കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പടയോട്ടം കോർപ്പറേഷനുകൾ ഉൾപ്പെടെ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു. നഗരസഭകൾ ഇതാ തൂത്തുവാരുന്നു എന്ന നിലയിലേക്ക് നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കണം. LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായിരിക്കും. വല്ലാത്തൊരു വീഴ്ച, അങ്ങനെ തന്നെ വേണം പറയാൻ. അത് അപ്രതീക്ഷിതമായിരുന്നു എന്നതിനപ്പുറത്ത് കോട്ടകൾ ഇളകിയിരിക്കുകയാണ് വിനിത. അതാണ് ഗ്രാമപഞ്ചായത്തുകളുടെയൊക്കെ കണക്കുകൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് UDF 500ലേക്ക് എത്തുന്നു വാർഡുകൾ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി വരുന്ന കണക്കുകൾ. 496 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു, 494 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റിടങ്ങളിലെ ഫലങ്ങൾ കൂടി വരുമ്പോൾ 500 വാർഡുകൾ UDF പിടിക്കുന്നു എന്ന നിലയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ എല്ലായിടത്തും അങ്ങനെ UDF-ന്റെ വലിയ മുന്നേറ്റം കാണുന്നു. ഇതിൽ കോർപ്പറേഷനുകളിലാണ് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു തരംഗം ഉണ്ടായത്. അതെ, ഞെട്ടിക്കുന്ന തരംഗം എന്ന് തന്നെ പറയാം. അപ്പൊ BJP തിരുവനന്തപുരത്താണെങ്കിൽ NDA-യുടെ തേരോട്ടമാണ് കാണുന്നത്. കോർപ്പറേഷൻ BJP തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. വിനിത 30 വർഷത്തോളം LDF-ന്റെ കയ്യിലിരുന്ന ഒരു കോർപ്പറേഷനാണ്. അതിൽ 10 വർഷത്തോളം പ്രതിപക്ഷത്തുണ്ടായിരുന്ന BJP NDA ഇത്തവണ പിടിച്ചെടുത്തിരിക്കുകയാണ്. കോൺഗ്രസും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ആര്യ രാജേന്ദ്രന്റെ ഭരണമികവൊക്കെ പുകഴ്ത്തിയിരുന്നെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. നേതാക്കന്മാർ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇതാ മാധ്യമങ്ങളോട് വന്ന് പറയുകയാണ്, ഇത് ജനവിധിയാണ്, സർക്കാരിനെതിരായ, അതെ, ടീം UDF-ന്റെ വിജയമാണ്, സർക്കാരിനെതിരായ ജനവിധിയാണെന്ന് പറയുകയാണ്. ഇനിയും ഒരുപാട് പ്രതികരണങ്ങൾ വരാനുണ്ട്. തൃശ്ശൂരിലെയാണ് എനിക്ക് അതുപോലെ വലിയ നേട്ടമായി UDF-നെ തോന്നുന്നത്. കാരണം 10 വർഷത്തിന് ശേഷം ഭരണം പിടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ടാലി നമുക്ക് നോക്കിയാൽ കോർപ്പറേഷനുകളിൽ ഇതാ 4ഇടത്ത് UDF ആണ്, ഒരിടത്താണ് LDF ഉള്ളത്, ഒരിടത്ത് NDA, അത് തിരുവനന്തപുരത്താണ്. മുനിസിപ്പാലിറ്റികൾ നോക്കിയാൽ 54ഇടത്ത് UDF ആണ്, 28ഇടത്ത് LDF ആണ്, 2ഇടത്ത് NDA നേടിയിട്ടുണ്ട്. അതിൽ 12 NDA-യുടേതായിരുന്നു, പക്ഷെ അത് LDF പിടിച്ചെടുത്തു. ഇതിൽ ഭരണവിരുദ്ധ വികാരമാണോ, ശബരിമല സ്വർണ്ണക്കൊള്ളയാണോ, എന്താണ് ഇഫക്റ്റ് ആയതെന്നാണ് തോന്നുന്നത്? തീർച്ചയായും ഈ സ്വയം വിമർശനത്തിനുള്ള സമയമാണ് ഇതിപ്പോൾ LDF-ന്. നേതാക്കന്മാർ പലരും പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ഞങ്ങൾ ചിലതൊക്കെ മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും പെൻഷൻ അടക്കം, ക്ഷേമ പെൻഷൻ അടക്കം ഒരു എഫക്റ്റും ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഈ സെമി ഫൈനലിൽ മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇതിലിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിന്റെ ഒരു സൂചനയാണോ? അതിപ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ പോവുകയാണ് UDF എന്ന് പറയുന്നത്. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് നിലനിർത്തി പോന്നിരുന്ന ഒരു ആധിപത്യം അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു പാഠമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്. മാത്രമല്ല വിനീത, നോക്കൂ, അടിത്തട്ട് മുതൽ ഉറച്ച ഒരു സ്ട്രക്ചറുള്ള ഒരു പാർട്ടിക്ക് ഗ്രാമപഞ്ചായത്തിലടക്കം വന്നിട്ടുള്ള ഒരു വീഴ്ച, അത് പെൻഷൻ കൂട്ടിയെങ്കിലും പെൻഷൻ കിട്ടാതിരുന്ന കുറെ സമയമുണ്ട്. അത് ചിലപ്പോൾ തിരിച്ചടിയായിട്ടുണ്ടാകാം. പക്ഷെ ഒരു മൊത്തത്തിലൊരു UDF തരംഗം ആഞ്ഞടിച്ചിട്ടുണ്ട്. പക്ഷെ LDF ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കിലേക്ക് എത്തിയാൽ അവിടെ 152 ഇടങ്ങളിൽ 78ഇടത്ത് UDF-ഉം 65ഇടത്ത് LDF-ഉമാണ്. അവിടെ NDA-ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകളാണ് ഞാൻ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന കണക്കാണ്. ഏതാണ്ട് 200-ലധികം വാർഡുകൾ നഷ്ടമായിട്ടുണ്ട് LDF-നെന്നാണ് തോന്നുന്നത്. 494 എത്തിയിരിക്കുന്നു UDF. അതായത് ഒരു വലിയ കുതിപ്പ് ഗ്രാമപഞ്ചായത്ത്. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം LDF ഇത്രയധികം തോൽവി പോകുന്നത്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ. റോഷിനി നേരത്തെ പറഞ്ഞതുപോലെ ചില രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ട്രോളന്മാരും ഒക്കെ ആഘോഷിക്കുന്ന ചില കാര്യങ്ങൾ. രസകരമായ ഒരു കാര്യം കണ്ടത്, ഈ മാരാരി ഭവൻ ഇരിക്കുന്നിടത്ത് UDF, KPCC ഓഫീസ് ഇരിക്കുന്നിടത്ത് BJP, അതുപോലെ നമ്മുടെ VD സതീശന്റെ വാർഡിൽ BJP കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ നേതാക്കന്മാർ എന്നതിനപ്പുറം അവിടുത്തെ മെമ്പറുടെ ഒരു പേഴ്സണൽ ഇടപെടലുകളും അല്ലെങ്കിൽ വികസനവും ഒക്കെ തന്നെ ആയിരിക്കാം സ്വാധീന ശക്തിയാകുന്നത്. ഇതിൽ മുനിസിപ്പാലിറ്റികളിൽ നോക്കൂ, 54ഇടത്ത് UDF ആണ്, 28ഇടത്ത് LDF ആണ്. ഇതിൽ എറണാകുളത്തിന്റെ ഒരു കണക്ക് നോക്കിയാൽ നേരത്തെ നോക്കുമ്പോൾ 13 നഗരസഭകളിൽ 10ഇടത്തും UDF ആണ്, ഒരിടത്ത് NDA ആണ്, മറ്റു 2ഇടത്ത് ഇപ്പോഴിതാ ഇങ്ങനെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്നു. അവിടെ സ്വതന്ത്ര നിർണായക ശക്തിയാകുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് BJP. പക്ഷേ അവിടുത്തെ സ്വതന്ത്രയുടെ ചില കാര്യങ്ങളൊക്കെ തീരുമാനമായി. UDF-ഉം LDF-ഉം തമ്മിൽ കൈകോർത്ത് ഇതിനെ അട്ടിമറിക്കുമോ എന്നുള്ള ആലോചനകൾക്കുണ്ട്. അതൊന്നും നടക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇനിയിപ്പോ വിശകലനങ്ങളുടെയും ആഴത്തിലുള്ള പരിശോധനകളുടെയും ഒക്കെ സമയമാണ്. നേതാക്കന്മാരുടെ പ്രതികരണം അടക്കം പ്രതീക്ഷിക്കുന്ന മണിക്കൂറാണ്. നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് തന്നെ പോവാം. എല്ലായിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ ഓരോ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇത്രയധികം ഒരു മുന്നേറ്റം UDF-ന് ഉണ്ടാകുമെന്ന് ചിലപ്പോൾ UDF തന്നെ പ്രതീക്ഷിച്ചു. അങ്ങനെ
പറയുകയും ചെയ്തിട്ടുണ്ട് നേതാക്കൾ. ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കം ഇന്ന് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം വിജയം എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് UDF ക്യാമ്പുകളിലെ പൊട്ടലും ചീറ്റലും ഒക്കെ സ്ഥിരം വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പകുതി പൂർത്തിയാകുന്നു, പിന്നീട് അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് വരെ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ചിലയിടങ്ങളിലൊക്കെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുൻപൊക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പല ജില്ലകളിൽ. മാത്രമല്ല, ഇത് വ്യത്യസ്തത എന്ന് പറയുന്ന ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളൊക്കെ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ UDF-നെ സംബന്ധിച്ചൊക്കെ വലിയ ആരോപണങ്ങൾ നേരിട്ട പാർട്ടിക്ക് അത്രത്തോളം പ്രതിരോധിക്കേണ്ടി വന്ന, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ പാർട്ടിക്ക് അത്ര പ്രതിരോധം തീർക്കേണ്ടി വന്ന ഒരു സമയത്ത് പോലും ഇത്രയധികം വലിയൊരു വിജയത്തിലേക്ക് മുന്നണി എത്തിയിരിക്കുന്നു എന്നുള്ളത് നേതാക്കന്മാരൊക്കെ അത്രത്തോളം അതിന്റെ വിജയം ആഘോഷിക്കുകയാണ്. എന്തായാലും VD സതീശൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ടീം UDF-ന്റെ വിജയം എന്നതാണ്. നമുക്ക് VS രഞ്ജിത്തിലേക്ക് ഒന്ന് പോകാം. രഞ്ജിത്ത്, ഏറ്റവും പുതിയ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് രഞ്ജിത്തിനോട് ചോദിക്കാനുള്ളത്. ഒന്ന്, കോഴിക്കോട് കോർപ്പറേഷനിലേക്ക്, കോഴിക്കോട്ടെ സ്ഥിതിയിലേക്ക് എത്താം. അതിനു മുൻപ് തിരുവനന്തപുരത്ത് NDA ഭരണം പിടിക്കുകയാണ്. കോർപ്പറേഷനിൽ ഒരുപക്ഷെ ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം നേടുകയാണ് NDA. അത് ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ശക്തമായ വിമർശനങ്ങൾ ഉയർത്തി മേയർക്കെതിരെ തന്നെ എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ശബരിമല ഒരു ഇഫക്റ്റ് ആയിട്ടുണ്ടാകുമോ? എന്തൊക്കെ ഘടകങ്ങളായിരിക്കും അവിടെ തിരുവനന്തപുരത്ത് NDA ഇത്തരത്തിൽ ഒരു ഭരണത്തിലേക്ക് എത്തുന്നതിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ടാവുക? തലസ്ഥാനമാണ് രഞ്ജിത്ത് കൊണ്ടുപോയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും BJP പിടിക്കും എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ, ഒന്ന് പാലക്കാടും മറ്റൊന്ന് തിരുവനന്തപുരവുമായിരുന്നു. അതിൽ പാലക്കാട് BJP ഭരണം നടത്തുന്നു, ഇത്തവണയും BJP ഭരിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ഇടതുമുന്നണി അവിടെ അധികാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് മുന്നണികളെയും മറികടന്നുകൊണ്ട് ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു BJPയെ സംബന്ധിച്ച്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഈ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. അത് കോർപ്പറേഷനിലേക്ക് വരുമ്പോഴേക്ക് പക്ഷേ അത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ നഗരസഭയിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJP വിജയത്തോടടുത്ത് നിന്നതാണ്. ഇത്തവണ വളരെ സ്ട്രാറ്റജിക്കലായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും. തിരുവനന്തപുരവും തൃശ്ശൂരുമായിരുന്നു അവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് വളരെ സ്ട്രാറ്റജി വർക്ക് ചെയ്തു, അത് കൃത്യമായി പ്രവർത്തിപ്പിച്ചു. ശ്രീലേഖയെ പോലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ VV രാജേഷിനെ പോലുള്ള പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതൃത്വം, അങ്ങനെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ അധികമായി സൂക്ഷ്മത പുലർത്താനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നിരീക്ഷിക്കുവാനും ഒക്കെ ചുമതലപ്പെടുത്തുകയും അങ്ങനെ മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന പ്രവർത്തനം BJPക്ക് ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. സമാനമായി പാലക്കാട്ടും BJP വലിയ മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും നിലനിർത്താൻ നഗരസഭയിൽ സാധിച്ചു. കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാലും BJPയുടെ ആ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കും. 13 സീറ്റുകളിൽ BJP നേടുന്നു എന്ന് പറഞ്ഞാൽ 7 സീറ്റുകളാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് അത്താണിക്കൽ സീറ്റ് CPM പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ടും ഈ 7 എന്നുള്ളത് 13ലേക്ക് ഉയർത്താൻ BJPക്ക് സാധിച്ചു. അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം സംസ്ഥാന വ്യാപകമായി BJP ഉണ്ടായി. പന്തളം നഗരസഭയിൽ ഉണ്ടായ തിരിച്ചടി അതൊരു തിരിച്ചടി തന്നെയാണ്. അതുപോലെ തൃശ്ശൂർ BJP പിടിക്കും എന്ന് പറഞ്ഞെങ്കിലും ഒരു 8 സീറ്റിലേക്ക് BJP നിലവിൽ ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ പന്തളത്തും തൃശ്ശൂരിലും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും എന്ന് അല്പം മുമ്പ് K സുരേന്ദ്രൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരാജയത്തിന്റെ പഠനമൊക്കെ ഉണ്ടാവണമെങ്കിൽ കൂടി BJP ആകെ മൊത്തത്തിൽ BJP ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു നേട്ടം BJPക്ക് സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. വോട്ട് ശതമാനത്തിലും അത്തരത്തിൽ വർധന ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 25% BJP ലക്ഷ്യം വെച്ചിരിക്കുന്ന വോട്ട് ശതമാനം, അതൊരു 22% എത്തിയിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതാണ്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു സ്ഥിതി എന്താണ് രഞ്ജിത്ത്? മുസാഫിർ അഹമ്മദ്, PM നിയാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ തോൽക്കുന്നതാണ് കണ്ടത്. പക്ഷേ LDF-നും UDF-നും ഇഞ്ചോടിഞ്ച് എന്ന നിലയ്ക്ക് എത്താവുന്ന രീതിയിലാണല്ലേ LDF ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നു ഭരണം എന്നതാണ്. വിനിത, LDF-നെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10-45 വർഷമായി കുത്തകയായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷൻ. ആ കോഴിക്കോട് കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ LDF-ന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ തിരിച്ചടിയാണ്. കാരണം 35 സീറ്റ് എന്ന് പറയുന്നത്, 35 ഡിവിഷൻ എന്ന് പറയുന്നത് അത് കേവല ഭൂരിപക്ഷത്തിലെത്തില്ല. 39 ഡിവിഷൻ ഉണ്ടെങ്കിലേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കൂ. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചു
സാധിച്ചില്ല എന്ന് മാത്രമല്ല CP മുസാഫർ അഹമ്മദിനെ പോലെ അവരുടെ മേയർ കാൻഡിഡേറ്റ് തന്നെ പരാജയപ്പെടുന്നു. നിലവിലെ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് കോട്ടൂളിയിൽ ജയിച്ചു കയറുന്നത്. അതുപോലെ തന്നെ നിലവിലെ മേയർ ബീന ഫിലിപ്പിന്റെ വാർഡ് പൊറ്റമ്മൽ വാർഡ് അത് BJP പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു വലിയ തിരിച്ചടി കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് ഉണ്ടായി. ഇനി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ജില്ലാ പഞ്ചായത്ത് ഭരണവും LDFന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ 28-ൽ 16-12 എന്ന നിലയിലാണ് നിലവിലുള്ളത്. എന്ന് പറഞ്ഞാൽ UDF ഭരണം പിടിക്കുന്ന സാഹചര്യത്തിലാണ് ലീഡ് നിലയുള്ളത്. അത് ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തുമ്പോൾ പോലും ഒരു ബലാബലത്തിൽ നിന്നാൽ ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ LDF അല്ലാതെ മറ്റൊരു മുന്നണി ഭരിച്ചിട്ടില്ല കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. അത്തരത്തിൽ വലിയൊരു തിരിച്ചടി LDF കോഴിക്കോട് ജില്ലയിൽ ആകെ നേരിടുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ കണക്കിലെടുത്താലും UDFന്റെ മുനിസിപ്പാലിറ്റികളൊക്കെ UDF നിലനിർത്തിയിട്ടുണ്ട്. മുക്കം മുനിസിപ്പാലിറ്റി LDFനെ നിലനിർത്തുന്നു. മുക്കത്തേക്ക് എത്തിയാൽ 4 ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ ജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. പക്ഷേ അവിടെ UDFന് ആകെ 10 സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ. 10-18 സീറ്റുകൾ LDFനുണ്ട്. സ്വാഭാവികമായിട്ടും LDF മുക്കം മുനിസിപ്പാലിറ്റി ഭരണം നടത്തുന്നു. കൊടുവള്ളിയിലേക്ക് എത്തിയാൽ LDFന് കനത്ത തിരിച്ചടി ഉണ്ടായി. കൊടുവള്ളിയിൽ അവർ സ്വന്തം ചിഹ്നം മറന്ന് CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം മറന്ന് ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ചാണ്. അവിടെ യൂത്ത് ലീഗ് നേതാവ് നസീഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിൽ കൊടുവള്ളി നഗരസഭയുടെ ഭരണം നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പയ്യോളി നഗരസഭ, രാമനാട്ടുകര നഗരസഭ, ഫറോക്ക് നഗരസഭ ഇവിടെയെല്ലാം UDF ഭരണം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പഞ്ചായത്തുകളുടെ കണക്കുകൾ കൂടിയാണ് പൂർണ്ണമായി പുറത്തു വരാനുള്ളത്. വിനീത, രഞ്ജിത്ത്, ഇതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഫ്രഷ് കട്ട് സമരസമിതിയുടെ നേതാവ് മത്സരിച്ചിരുന്നല്ലോ ഒളിവിലിരുന്നിട്ട്, അദ്ദേഹത്തിന്റെ ഫലം എന്തായി എന്നറിയാമോ? അത് ഫലം വന്നോ? അഭിനിത, ഫ്രഷ് കട്ട് സമരസമിതി നേതാവ് കുടിക്കിൽ ബാബു താമരശ്ശേരി പഞ്ചായത്തിൽ 11ാം വാർഡ് എന്ന് പറയുന്നത് ലീഗിന്റെ കുത്തക വാർഡാണ്. അവിടെ ലീഗ് 6 മത്സരിപ്പിച്ചാലും ജയിക്കുന്ന വാർഡാണ്. അദ്ദേഹം പ്രചരണത്തിന് പോലും എത്താതെ അദ്ദേഹം ജയിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന് നാട്ടിൽ കാലുകുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് അദ്ദേഹത്തിന് നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വിജയാഹ്ലാദ പ്രകടനത്തിൽ, താമരശ്ശേരി പഞ്ചായത്തിലെ ആഹ്ലാദ പ്രകടനത്തിൽ, അദ്ദേഹത്തിന്റെ വാർഡിലെ ആഹ്ലാദ പ്രകടനത്തിൽ കുടിക്കിൽ ബാബു പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്രഷ് കട്ട് സമരം ആ ഭാഗത്തെ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ തീർച്ചയായിട്ടും വോട്ട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി, VS രഞ്ജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത്, കൂടുതൽ ഡാറ്റകൾ എടുക്കുമ്പോൾ നമുക്ക് രഞ്ജിത്തിലേക്ക് എത്താം. ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ വിനീത, രഞ്ജിത്ത് പറയാതെ പോയൊരു കാര്യം കൂടി, ഇപ്പൊ മേയർ സ്ഥാനാർത്ഥികളുടെ ഒരു തോൽവി അത് വലിയ ചർച്ചയാവും. മാത്രമല്ല ഇപ്പോ കിട്ടിയില്ലെങ്കിലും UDFന്റെ മുന്നേറ്റവും LDF അവിടെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്.